ജോബിൻ്റെ പുസ്തകം 2-ാം അധ്യായം. കർത്തൃസന്നിധിയിൽ ഹാജരാകാനുള്ള ദിവസം ദേവകുമാരന്മാർ എത്തിച്ചേർന്നു. സാത്താനും കർത്തൃസന്നിധിയിൽ ഹാജരാകാനായി അവരോട് കൂടെ വന്നു. കർത്താവ് സാത്താനോട് ചോദിച്ചു, നീ എവിടെ നിന്ന് വരുന്നു? ഭൂമിയിൽ ചുറ്റിക്കറങ്ങിയും അതിലൂടെ വിഹരിച്ചും വരുന്നു എന്ന് സാത്താൻ കർത്താവിനോട് മറുപടി പറഞ്ഞു. കർത്താവ് അവനോട് ചോദിച്ചു, എൻ്റെ ദാസനായ ജോബിൻ്റെ മേൽ നിന്റെ മനസ്സ് പതിഞ്ഞോ? തീർച്ചയായും അവനെപ്പോലെ നിഷ്കളങ്കനും ധർമ്മിഷ്ഠനും ദൈവഭയമുള്ളവനും തിന്മയിൽ നിന്ന് അകന്നവനുമായി ഭൂമുഖത്ത് മറ്റാരുമില്ല. അകാരണമായി അവനെ നശിപ്പിക്കാൻ നീ എന്നെ അവനെതിരെ തിരിച്ചെങ്കിലും അവൻ്റെ നിഷ്കളങ്കതയിൽ അവൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. സാത്താൻ കർത്താവിനോട് മറുപടി പറഞ്ഞു, ചർമ്മത്തിനു പകരം ചർമ്മം. ഒരാൾ സ്വജീവന് വേണ്ടി തനിക്കുള്ളതെന്തും കൊടുക്കും. അങ്ങ് കൈനീട്ടി അവൻ്റെ അസ്ഥിയിലും അവൻ്റെ മാംസത്തിലും ഒന്ന് തൊട്ടാൽ അവൻ മുഖത്ത് നോക്കി അങ്ങയെ നിശ്ചയമായും ദുഷിക്കും. കർത്താവ് സാത്താനോട് പറഞ്ഞു, അവനിതാ നിന്റെ കയ്യിലാണ്, പക്ഷേ അവൻ്റെ ജീവൻ സൂക്ഷിക്കണമെന്ന് മാത്രം. അപ്പോൾ സാത്താൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് പോയി. അവൻ ജോബിനെ അടിമുതൽ മുടി വരെ കടുത്ത പരുക്കൾ കൊണ്ട് പീഡിപ്പിച്ചു. അപ്പോൾ അവൻ സ്വയം ചൊറിയാനായി ഒരു ഓട്ടുകഷ്ണം എടുത്തു. അവൻ ചാരത്തിൽ ഇരുന്നു. അവൻ്റെ ഭാര്യ അവനോട് പറഞ്ഞു, ഇനിയും നീ നിന്റെ നിഷ്കളങ്കതയിൽ ഉറച്ചു നിൽക്കുന്നോ? ദൈവത്തെ ദുഷിച്ചിട്ട് മരിക്കുക. അപ്പോൾ അവൻ അവളോട് പറഞ്ഞു, വിഡ്ഢികളായ സ്ത്രീകൾ സംസാരിക്കുന്നത് പോലെയാണല്ലോ നീ സംസാരിക്കുന്നത്. ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിക്കാമെങ്കിൽ നമുക്ക് തിന്മയും സ്വീകരിക്കാൻ പാടില്ലെന്നോ? ഇവയിൽ ഒന്നിലും ജോബ് തൻ്റെ അധരങ്ങൾ കൊണ്ട് പാപം ചെയ്തില്ല. ജോബിൻ്റെ 3 സ്നേഹിതന്മാർ, തേമാൻകാരനായ എലിഫാസ്, ഷൂവഹ്കാരൻ ബിൽദദ്, നാമാക്കാരൻ സോഫാർ എന്നിവർ അവനു സംഭവിച്ച ഈ അനർത്ഥങ്ങളെക്കുറിച്ചെല്ലാം കേട്ടു. അവനോട് സഹതാപം കാണിക്കാനും അവനെ ആശ്വസിപ്പിക്കാനുമായി അവർ ഒന്നിച്ചു തീരുമാനിച്ച് താന്താങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തി. അവർ ദൂരെ വെച്ച് കണ്ണുയർത്തി നോക്കിയപ്പോൾ അവനെ തിരിച്ചറിയാനായില്ല. അവർ ഉറക്കെ കരഞ്ഞു. ഓരോരുത്തനും തൻ്റെ വസ്ത്രം കീറി ശിരസിനു മീതെ ആകാശത്തേക്ക് പൂഴി വാരി വിതറി. അവൻ്റെ പീഡകൾ അതികഠിനമെന്ന് കണ്ട് അവനോട് ഒരക്ഷരവും ഉരിയാടാതെ അവർ 7 ദിനരാത്രങ്ങൾ അവനോടൊപ്പം നിലത്തിരുന്നു.